ദുരിതാശ്വാസ ക്യാമ്പിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദുരിതം. 2 ദിവസമായി തൊഴിലാളികൾക്ക് ഭക്ഷണമില്ല. ഒരു മുറിയിൽ താമസിക്കുന്നത് 26 പേർ. ക്യാമ്പിൽ വൈദ്യുതിയുമില്ല, വെള്ളം മാത്രമാണ് ലഭിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഒറ്റമുറിയില്ല. കറണ്ട് ഇല്ല. ഇതിലെ അല്ലേ കയറുന്നത്? ഇതിലെ നമ്മുടെ ഡോറ് തുറക്കാൻ പറ്റിയില്ല. ഡോർ എങ്ങനെ ഉണ്ട്, നമുക്ക് അകത്ത് കയറാൻ വെളിയിലോട്ട് വരണമെങ്കിൽ ഇത് ഈ വഴി നമുക്ക് വരണം. ആഹാരം കിട്ടിയില്ല? ആഹാരം കിട്ടിയില്ല. മിഞ്ഞാന്ന് വന്നു, മിഞ്ഞാന്ന് രാത്രി വന്നു. ഇന്നാലെ ഒരു 10-10:30 ഒരാൾ വന്നായിരുന്നു. അവന് പേര് എഴുതിയിട്ട് പോയി. പിന്നെ ആരും വന്നില്ല, ആഹാരം വന്നില്ല. ശ്രീരാജ് വിവരങ്ങൾ മറ്റുണ്ട്. ശ്രീരാജ്, ക്യാമ്പുകളിലെല്ലാം ഒരു പ്രശ്നവുമില്ല, എല്ലാം നന്നായി നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് 2 ദിവസമായി ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല എന്നുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നത്. സേതു, അതാണ് പ്രശ്നമില്ല എന്നല്ല, മുഴുവൻ പ്രശ്നമാണ്. ഈ ഒറ്റമുറി ക്ലാസ് റൂമിലാണ് 26 അതിഥി തൊഴിലാളികൾ അവരെ പാർപ്പിച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെ, ആറന്മുള സ്കൂളിൻ്റെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ UP വിഭാഗം കെട്ടിടമാണിത്. ആ കെട്ടിടത്തിലെ ഈ ഒറ്റമുറി, ആ ഒറ്റമുറിയിലാണ് 26 അതിഥി തൊഴിലാളികൾ കഴിഞ്ഞ 2 ദിവസമായി ഉള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭക്ഷണം എത്തിക്കാനുള്ള ക്രമീകരണങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇവർക്കായി ഇവിടെ നൽകിയിട്ടില്ല. ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മുറി അകത്തേക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒറ്റ മുറിയാണിത്. ഒരു 7ാം ക്ലാസ്സിനുള്ള ഒരു ക്ലാസ് മുറിയാണിത്. ആ മുറിയിലെ ഒരു ഇട്ടാവട്ടത്തിനുള്ളിലാണ് 26 പേർ കഴിഞ്ഞ 2 ദിവസമായി താമസിക്കുന്നത്. വെള്ളം മാത്രമാണ് ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അത് ഒരു തവണ എന്തോ ആണ് വെള്ളം ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഭക്ഷണം ഇതുവരെയും ഇവർക്ക് നൽകിയിട്ടില്ല. 26 പേർക്കും ഭക്ഷണം ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ലാസ് മുറിയുടെ മുൻവശത്തെ വാതിൽ അന്ന് തുറന്നു കൊടുക്കാൻ പോലും ഇതുവരെയും ആരും ഇവിടെ ഉണ്ടായില്ല എന്നതാണ്. അവരതുകൊണ്ട് ഈ ജനലിൽ കൂടെയാണ് കയറുന്നതും തിരികെ ഇറങ്ങുന്നതുമെല്ലാം. നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റിയില്ലല്ലേ? അല്ലെങ്കിൽ തുറന്നു തരാൻ ആരും വന്നില്ല? ഇല്ല, ഇത് തുറന്ന് കിടക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഇത് ഡോറിനകത്ത് തക്കലുണ്ട്, പക്ഷേ നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. പൊട്ടിച്ചാൽ ദോഷമില്ലയോ, അതുകൊണ്ടാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല, പൊട്ടിച്ചില്ല. ഈ ക്ലാസ് മുറി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിഥി തൊഴിലാളികൾക്ക് അത് പൊട്ടിക്കാൻ കഴിയില്ല. അവർ പൊട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്, ഇതിൻ്റെ അധികൃതർ എത്തി ഈ ക്യാമ്പിൻ്റെ ഈ മുറി തുറന്നു കൊടുത്ത് അവരെ അകത്ത് പാർപ്പിക്കണമായിരുന്നു. എന്ന് മാത്രമല്ല, 26 പേരെ ഇങ്ങനെ ഒറ്റ മുറിയിലിട്ട് അടയ്ക്കുന്നത് ശരിയല്ല. തൊട്ടടുത്ത ക്ലാസ് മുറികൾ അടഞ്ഞു കിടപ്പുണ്ട്. ആ ക്ലാസ് മുറികളിലേക്കും ഇവരെ മാറ്റണമായിരുന്നു. കുറച്ച് ആളുകളെ വീതം കുറച്ച് ക്ലാസ് മുറികളിലേക്ക് മാറ്റി പാർപ്പിക്കണമായിരുന്നു. വാതിലുകൾ പോലും ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ ജനൽ കമ്പികൾ ഉള്ള ജനാലയല്ല ഈ ക്ലാസ് മുറികൾക്കുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ ജനൽ വഴി ചാടിയാണ് അവർ ഈ മുറിയിലേക്ക് കയറുന്നത്, തിരികെ ഇറങ്ങുന്നത്. ഭക്ഷണമില്ല ഇവർക്ക്, ഇതുവരെയും ഭക്ഷണം എത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കുന്ന ആ സ്കൂളിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? ആകെ എത്ര പേരുണ്ട്? അതായത് ഈ കെട്ടിടത്തിൽ, ഈ സ്കൂളിൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആറന്മുള. ഇവിടെ തൊട്ട് ഇപ്പുറത്തെ ബിൽഡിംഗ് ആണ്, മറ്റൊരു ഗ്രൗണ്ടിലെ ബിൽഡിംഗ് ആണ് ഈ UP വിഭാഗം ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നത്. അവിടെ 26 പേരാണ് ഈ കെട്ടിടത്തിലുള്ളത്. തൊട്ടടുത്ത ബിൽഡിങ്ങിൽ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പുതിയ കെട്ടിടത്തിലാണ് ബാക്കിയുള്ള മറ്റിടങ്ങളിൽ നിന്നും പാർപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ അവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ആറന്മുളയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഈ 26 പേരാണ് അതിഥി തൊഴിലാളികളായിട്ട് ഈ കെട്ടിടത്തിൽ ഉള്ളത്. ഇവർക്ക് ഭക്ഷണം എത്തിച്ചിട്ടില്ല. മറ്റേ കെട്ടിടത്തിലുള്ളവരിലേക്ക് ഭക്ഷണവും അവിടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? അവിടെ ഭക്ഷണം എത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടേക്ക് എന്തായാലും ഭക്ഷണം എത്തിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ മെനഞ്ഞാന്ന് രാത്രിയാണ് ഇവരിവിടെ എത്തിയത്. ഇവർക്ക് ഇതുവരെയും ഭക്ഷണം ലഭിച്ചിട്ടില്ല. ഈ മുറിക്കകത്തേക്ക് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ മുറിക്കകത്തേക്ക് കയറി പോകുന്നത് ഈ ജനലിലൂടെയാണ്. വാതിൽ തുറന്നു നൽകിയിട്ടില്ല. വാതിലെങ്കിലും തുറന്നു നൽകാനുള്ള ഒരു ഇടപെടൽ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ക്യാമ്പിൽ
ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വൈദ്യുതി ഇല്ലാത്ത ഈ കെട്ടിടത്തിനുള്ളിലാണ് അവർ താമസിക്കുന്നത്. വൈദ്യുതി ഇല്ല എന്നുള്ള പ്രശ്നം മഴക്കാലമാണ്, മഴക്കെടുതിയുടെ ഭാഗമായി വൈദ്യുതി ഇല്ലാതിരിക്കാം. പക്ഷേ ഈ ഭക്ഷണവും വെള്ളവും ഭക്ഷണമടക്കം എത്തിക്കാത്ത ഒരു കാര്യം ഗുരുതരമായ അനാസ്ഥ തന്നെയാണ്. ഈ വാതിലുകൾ പോലും തുറന്നു നൽകിയിട്ടില്ല എന്നതിനർത്ഥം ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു തവണ ആരോ വന്നു തങ്ങളുടെ പേരെഴുതി കൊണ്ടുപോയി എന്ന് ഈ അതിഥി തൊഴിലാളികൾ പറയുന്നുണ്ട്. പിന്നീട് അവർ ഇവിടേക്ക് എത്തുകയോ ഭക്ഷണം എത്തിക്കാനുള്ള ഇടപെടലൊന്നും തന്നെ നടത്തുകയോ അതായത് അവിടെ കുറച്ച് മനുഷ്യരെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ അറിയാം. അതിനുശേഷം അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശ്രീരാജ്, ഇപ്പൊ ഇവര് അധികൃതർ അവിടെ വരുന്ന ആളുകളോട് സംസാരിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ? സേതു, ഈ അതിഥി തൊഴിലാളികൾ ഇവിടെ കൊണ്ട് പാർപ്പിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണഗതിയിൽ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഭക്ഷണം തരണം എന്ന് പറയാനുള്ള നിലയിലേക്ക് അവർ ഒരുപക്ഷെ ഇടപെടില്ലായിരിക്കാം. പക്ഷേ ഇവിടെ ഇവരുടെ കണക്കെടുത്തിട്ടുണ്ട്, ഇവരുടെ പേരെഴുതി കൊണ്ടുപോയിട്ടുണ്ട്, ഇവരിവിടെ താമസിക്കുന്നുണ്ട് എന്ന് ഇവർക്കറിയാം. മാത്രമല്ല ഇവരാണല്ലോ ഇവരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുള്ളത്. ആ വാതിൽ പോലും തുറന്നു നൽകാൻ ഇതുവരെയും 2 ദിവസവുമായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് ഭക്ഷണം എത്തിക്കാൻ ഇതുവരെയും 2 ദിവസമായി കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത് നമ്മൾ ഈ നിൽക്കുന്ന ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മളിവിടെ രാവിലെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ഇടം എന്ന് പറഞ്ഞ് ഒരു സ്ഥലം നമുക്ക് ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ആ ഭക്ഷണം ഇവിടെ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റിടങ്ങളിലുള്ള ആളുകൾക്ക് എത്തിക്കുന്ന ഭക്ഷണം എന്തുകൊണ്ട് ഇവർക്ക് നൽകാൻ കഴിയുന്നില്ല? നമ്മൾ കണ്ട ആ ക്ലാസ് മുറിയുടെ അതേ ബിൽഡിംഗിൽ തന്നെ മറ്റ് 4-5 ക്ലാസ് മുറികളുണ്ട്. ആ മുറികളിലൊന്നും തന്നെ ഈ അതിഥി തൊഴിലാളികളെ പാർപ്പിക്കാൻ 26 പേരുണ്ട്. ഒരു മുറിയിലാണ്, ഒരു ക്ലാസ് മുറിയിലാണ് ഇവർ ഉറങ്ങുന്നതും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ആ റൂമിലാണ് അവർ താമസിക്കുന്നത്. ഈ ക്ലാസ് മുറികളിലേക്ക് കൂടി അവരെ മാറ്റി ഒരു സ്കൂളിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് പറയൂ ശ്രീരാജ്. ആറന്മുള GHSS ആണോ? ആറന്മുള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ LP വിഭാഗം കെട്ടിടത്തിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ക്ലാസ് മുറികളുള്ളത്. അവിടെ ഈ ഇത്രയും ക്ലാസ് മുറികൾ പൂട്ടിയിട്ടിരിപ്പുണ്ട്. അവിടേക്ക് ഈ ഒരു 4-5 പേരെ വീതം മാറ്റുക എന്നതൊരു സാമാന്യ യുക്തിയാണ്. നമുക്ക് വന്ന് കാണുമ്പോൾ തോന്നും ഈ ക്ലാസ് മുറികളിലേക്ക് മാറ്റിയാൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നുന്ന സാമാന്യ യുക്തി പോലും ഇവിടെ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഭക്ഷണം എത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. 2 ദിവസമായി ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല. ഇടയ്ക്ക് ചില ആളുകൾ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവർ പുറത്തു പോയി കഴിച്ചു എന്ന് പറയുന്നുണ്ട്, തൊട്ടടുത്ത കടകളിൽ പോയി കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കണം, ക്യാമ്പിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൃത്യമായി എത്തിക്കണം, 3 നേരവും ഭക്ഷണം എത്തിക്കണം, വെള്ളം എത്തിക്കണം. അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ബന്ധപ്പെട്ടവരാണ്. അതിവിടെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത് നോക്കൂ, ആ പൊട്ടിപ്പൊളിഞ്ഞ ഓടുകളാണ് ഈ കെട്ടിടത്തിനുള്ളത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം ചോർന്നൊലിക്കുന്നുണ്ട്. ചോർന്നൊലിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അകത്തും ഓടുകൾ പൊട്ടിയിട്ടുണ്ടാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് ഈ ആളുകളെ പാർപ്പിച്ചിട്ടുള്ളത്. ഇത്രയും ആളുകൾ 26 പേർ ഈ ഒരു മുറിയിൽ മാത്രമായിട്ട് ഇങ്ങനെ കഴിഞ്ഞ 2 ദിവസമായി താമസിക്കുന്നു. ഭക്ഷണവും ഇല്ലാതെ വെള്ളം മാത്രമാണ് കഴിഞ്ഞ 2 ദിവസത്തിൽ ഒരു തവണ അവർക്ക് കൊണ്ട് കൊടുത്തതെന്ന് അവർ പറയുന്നു. കയ്യിൽ ചെറിയ തുകയുള്ള ആളുകൾ ഒരു തവണ അപ്പുറത്ത് തൊട്ടടുത്തുള്ള ആറന്മുളയിലെ പുറത്തെ കടയിൽ പോയി ഭക്ഷണം കഴിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. ഇത് ഇവരുടെ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. വെള്ളം വീഴുന്നുണ്ടല്ലേ? ഒന്ന് വന്നേ. ഇതാണ് അവരുടെ മുറി. ഒന്ന് വെട്ടം കൂട്ടിയെന്ന്. ഈ മുറിയിൽ ഓട് പൊട്ടിയിരിക്കുകയാണ്. അവിടെ വെള്ളം ചോരുന്നുണ്ട്, ഇപ്പോഴും ചോരുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവില്ലായിരിക്കും, കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. അതിഥി തൊഴിലാളികളാണ് ഇപ്പോൾ വിളിച്ച് നമ്മളെ കാണിക്കുന്നത്. വെള്ളം ചോരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിന് തൊട്ട് താഴെയാണ് അവർ കിടക്കുന്ന സ്ഥലമുള്ളത്. ഇത്രത്തോളം ദുരിതത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളം വീഴുന്നുണ്ടല്ലേ? ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തപ്പോൾ വെള്ളം വീണു കാണുമല്ലോ. മീൻചാന്ത വരുമ്പോൾ ഇതുപോലായിരുന്നു. വരുമ്പോഴേ ഇങ്ങനെയായിരുന്നു. ഇതുപോലായിരുന്നു. നമ്മുടെ താര ഇവിടെ ഇട്ട് നമ്മളെ ആദ്യം വന്നപ്പോൾ ആരാ നമ്മുടെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ നമ്മുടെ ഒരു റൂം ഓണർ ഉണ്ടായിരുന്നു. അവനെ വന്നിട്ട് അവന് പറഞ്ഞ് ഇവിടെ നമുക്ക് കടക്കാണ്. MLA ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നില്ല? ആരും വന്നില്ല. ശ്രീരാജ്, നമ്മളിപ്പോ മന്ത്രി PC വിശ്വനാഥിനെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഈ പ്രശ്നത്തിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നൊരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്.